ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കേരളത്തിലെ ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു പദ്ധതി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അതിനെനിക്ക് നന്ദി പറയേണ്ടത് അദ്ദേഹം നമ്മുടെ റിപ്പോർട്ടർ ചാനല നികേഷ് കുമാറിനാണ്. പുള്ളി ഉർവശി ശാപം ഉപകാരം എന്നായത് ബി ജെ പിക്കാർക്കാണ്. പുള്ളി ഒന്ന് ഒരു ആയുധമായിട്ട് എടുത്തിട്ട് ചോദിച്ചു, ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പൊ കാണിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ലിസ്റ്റോട് കൂടി കൊടുത്തിട്ട് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര പേർക്ക് ഒരു സമയത്ത് വിറക് ഇങ്ങനെ ഊതി നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ത്രീകളും കഷ്ടപ്പെട്ട് നിന്ന സമയത്ത് ഇന്നിപ്പോൾ BPL ഓരോ കുടുംബങ്ങളിലും ഒരു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ നഗരത്തെ ഇളക്കി മറിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 ലക്ഷം വനിതകളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. കേരളത്തിലെ സ്ത്രീ ശക്തിയെക്കുറിച്ച് അദ്ദേഹം വാനോളം പുകഴ്ത്തി. കേരളത്തിൽ BJP എന്നിട്ടും രക്ഷപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ സംസ്ഥാനങ്ങളിലും BJP ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര നേതൃത്വം അധ്വാനം നടത്തിയാൽ അതിൻ്റെ ഫലം ഒരു നിയമസഭാ സീറ്റെങ്കിലും കിട്ടാറുണ്ട്. പക്ഷേ കേരളത്തിൽ ആ ഗ്രാഫ് താഴോട്ടാണ് പോകുന്നത്. 2024 നിർണായകമാണ് എന്നുള്ള രീതിയിലാണ് കേന്ദ്ര നേതൃത്വം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വളരെ തൻ്റെയിടത്തോടുള്ള ഈ ഇറക്കം കേരളത്തിലെ BJPക്ക് പക്ഷെ വേണ്ട തരത്തിൽ ഫലവത്താകാൻ കഴിയാതെ പോകുന്നില്ലേ? ഈ വിഷയത്തെക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷക അഞ്ജു പാർവതി ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന്. ശ്രീ അഞ്ജു പാർവതി, കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ 2024 ഇപ്പൊ ഇലക്ഷൻ തുടങ്ങി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ ഡൗട്ട് ഇതാണ്, ഇന്ത്യയിലെ 28 സംസ്ഥാനത്തിലും മോദി ഇതേപോലെ റോഡ് ഷോ നടത്തുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കേരളം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സംസ്ഥാനത്തും ഇതിനെ ഉപഹാരമായി BJP സീറ്റ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കേരളത്തിൽ സീറ്റ് കിട്ടുന്നില്ല? പുള്ളി പിന്നെ കേരളത്തിൽ വന്നിട്ട് എന്താ ലാഭം ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഈ സന്ദർശനം താങ്കൾ ചോദിക്കുന്നത് അദ്ദേഹം ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്നാണോ? വന്നെന്നാണ് എന്റെ ഇത്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണമാണ്. പക്ഷെ ഇത് ഒരിക്കലും അതല്ല. BJP അതിനെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിയാണ് ഈ പരിപാടി വെച്ചിരിക്കുന്നത്, നമുക്കറിയാം. മേ ബി അപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ചിലപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ആവാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് താങ്കൾ പറഞ്ഞ 28 സ്റ്റേറ്റിന്റെയും രക്ഷാധികാരി ഒരർത്ഥത്തിൽ, അതും ജനാധിപത്യ രീതിയിൽ നമ്മൾ ചൂസ് ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രി. അപ്പം അദ്ദേഹത്തിന് ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും പോണേന് ഇങ്ങനെ അതിനൊരു ഇലക്ഷൻ ക്യാമ്പയിനാണോ അല്ലെ ക്യാമ്പയിൻ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അത് ഒന്നാമത്തെ കാര്യം. രാഷ്ട്രീയം പറയുന്നുണ്ട്, കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനാണല്ലോ. കാരണം നമ്മൾ ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് ആ രാഷ്ട്രീയം ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇന്ന് പ്രൈം മിനിസ്റ്ററിന്റെ സീറ്റിലിരിക്കുന്നത്. രാഷ്ട്രീയം പറയണം, തീർച്ചയായും. രാഷ്ട്രീയം പ്രധാനമന്ത്രിയാണ്. നമ്മുടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ രാഷ്ട്രീയം, നമ്മുടെ പ്രധാനമന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രിമാരായിക്കോട്ടെ എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞു തന്നെയല്ലേ ഇന്നത്തെ പൊസിഷനിൽ എത്തിയത്. നമ്മുടെ രാജ്യം രാഷ്ട്രീയം പറഞ്ഞു തന്നെയല്ലേ നമ്മൾ ജനാധിപത്യ പ്രക്രിയ, നമുക്ക് ഇലക്ഷനും ഇതൊക്കെ ആ രീതിയിൽ നമ്മൾ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുന്നത്. ഡെഫിനറ്റ്ലി അപ്പൊ പുള്ളിക്കാരന്റെ രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി 2ാം വട്ടവും പ്രധാനമന്ത്രിയായി, ഇനി ഒരുപക്ഷെ 3ാം വട്ടമാണെങ്കിലും പുള്ളി തന്നെയാണ്. കാരണം കാണിക്കാനായിട്ട് ആ പാർട്ടിക്ക് ഒരൊറ്റ സ്ട്രോങ് പില്ലറിനെ എടുത്ത് കാണിച്ചിട്ട് അവർ ക്യാമ്പയിൻ ചെയ്യുവാണ്. അപ്പോൾ തീർച്ചയായും അത് അദ്ദേഹം രാഷ്ട്രീയം അവിടെ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. രാഷ്ട്രീയം പറഞ്ഞ് ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഇരുത്തിയത്. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയം പറയാം, തീർച്ചയായും പറയാം. ഈ 28 സംസ്ഥാനങ്ങൾ ഇതേപോലെ റോഡ് ഷോ നടത്തുമ്പോൾ മറ്റ് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മോദി രാഷ്ട്രീയം പറഞ്ഞ് സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും വന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ BJPക്ക് അതിനൊരു ഉപഹാരം തിരിച്ച് മോദി കൊടുക്കാൻ പറ്റുന്നില്ല? അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കറിയാം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇപ്പൊ ഇദ്ദേഹം വന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ഈ ഒരു സ്ത്രീ വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാരീശക്തി എന്നുള്ളൊരു പ്രോഗ്രാം പറഞ്ഞ് കേരളത്തിലുള്ള 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്നു. വേദിയിലെല്ലാം കേരളത്തിന് അഭിമാനമായിട്ടുള്ള സ്ത്രീ രത്നങ്ങള് വേദിയിലുണ്ട്. നമ്മുടെ ശോഭന, PT ഉഷ, അങ്ങനെ നമ്മൾ അത്രയും ആദരണീയമായിട്ടുള്ള വ്യക്തികളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ചടങ്ങാണ്. അദ്ദേഹം വന്നു. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അതല്ല തീർച്ചയായും മറിയിച്ചെടുത്തി. കാരണം ഇന്നത്തെ ഒരു ഒന്നാമത് നാരീ ശക്തി എന്ന് പറയുമ്പം
പുള്ളിക്കാരത്തിയാണല്ലോ ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ചോദിക്കണം ആരായിരുന്നു 2023 റിയൽ നാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതാ മതിൽ കെട്ടിയ കേരളത്തിൽ ഒരൊറ്റ നാരി ശക്തി ഉണ്ടായിരുന്നുള്ളൂ. അത് മറിയക്കുട്ടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അപ്പം അതെ അവരും വന്നു. അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പവർ എന്ന് പറയുന്നത്. അതായത് താരത്തിളക്കത്തിൽ സിംഹാസനത്തിൽ ഇരുന്ന് അതായത് ദേശീയ അവാർഡ് നേടിയ നടി ശോഭനയുണ്ട്. അതോടൊപ്പം തന്നെ മറിയക്കുട്ടി ചേട്ടത്തിയുമുണ്ട്. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഈ നമ്മുടെ മോദിജിയുടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണെന്ന് പറയാം അദ്ദേഹം. അതിന് ഇലക്ട്രീഷ്യൻ ടാക്ടിക്സോ എന്തായിക്കോട്ടെ, പുള്ളിക്ക് ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് കളിക്കാൻ അറിയാം. കാരണം നമ്മളിപ്പോ നോക്കൂ, നമ്മള് ഇവിടെ ഉജ്വൽ യോജന പദ്ധതി അല്ലെ, അത് പുള്ളിക്കാരൻ ഈ ഒരു സമയത്ത് ഇത്രയും പേർക്ക് ഇലക്ഷൻ സമയമാണ്. ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരു സമയമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പുള്ളിക്കാരൻ്റെ സെൽഫി ഇത് വെക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാണ്. അതൊക്കെയാണ് പുള്ളിയുടെ ടാക്ടിക്സ്. പൾസറിഞ്ഞ് കളിക്കാൻ അറിയുന്നവനാരോ അദ്ദേഹമായിരിക്കും രാജാവ്. അതെവിടെയാണെങ്കിലും പൾസ് അറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ മോദി പൾസറിന് കളിക്കുക. എന്തുകൊണ്ട് ആ കളി കേരളത്തിൽ വിജയം നേടുന്നില്ല? പറഞ്ഞുതരാം. തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. ഒന്നാമത് നമ്മുടെ ഇടത് വലത് രാഷ്ട്രീയമാണ് ഇവിടെ പ്രോമിനന്റ് ആയിട്ട് നിന്ന് ഇവിടേക്ക് ഈ ഒരു പുതിയ സിനാരിയായിട്ട് പുതിയൊരു നായകനായിട്ടുള്ള രംഗപ്രവേശമാണ് BJPയിലെ നരേന്ദ്രമോദി. ഒരു 10 വർഷമാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഈ BJP ഇങ്ങനെ ഇത്രയും എന്താ പറയാ, ആ ഒരു 10 വർഷത്തെ ഭരണം കൊണ്ട് തന്നെ അദ്ദേഹം ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും ഏറ്റവും ഫേമസ് ആയി അല്ലെ. അത് നമുക്ക് അപ്പം കേരളത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം വരുന്നില്ല, പ്രഭാവം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും. ഇറ്റ് ടേക്സ് ടൈം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം എല്ലാം പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു പക്ഷേ BJP പാർട്ടിയുടെ വക്താക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാർ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ? അവിടെ അതൊരു വളരെ വലിയൊരു പോരായ്മയാണ്. കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, മീഡിയാസ് ഉണ്ട്, അങ്ങനെയുണ്ട്. അവിടെ ഇപ്പം അദ്ദേഹം ചെയ്യുന്ന പല നല്ല കാര്യങ്ങളെ കുറിച്ചും ജനങ്ങൾ അറിയുന്നത്. സത്യം പറയാലോ, ഞാൻ ഇന്നലെ ഈ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒരു യോജന അതുണ്ടല്ലോ, ഉജ്വൽ യോജന എന്ന് പറഞ്ഞൊരു പദ്ധതിയെ കുറിച്ച് 2 ദിവസം മുമ്പ് അറിയുമ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കേരളത്തിലെ ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു പദ്ധതി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അതിനെനിക്ക് നന്ദി പറയേണ്ടത് അദ്ദേഹം നമ്മുടെ റിപ്പോർട്ടർ ആണല്ല നികേഷ് കുമാറിനാണ്. പുള്ളി ഉർവശി ശാപം ഉപകാരം എന്നായത് BJPക്കാർക്കാണ്. പുള്ളി ഒരു ആയുധമായിട്ട് എടുത്തിട്ട് ചോദിച്ചു, ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ എന്ന് ചോദിച്ചു അല്ലെ. അപ്പൊ കാണിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ലിസ്റ്റോട് കൂടി കൊടുത്തിട്ട് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര പേർക്ക് ഒരു സമയത്ത് വിറക് ഇങ്ങനെ ഊതി നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ത്രീകളും കഷ്ടപ്പെട്ട് നിന്ന സമയത്ത് ഇന്നിപ്പോ BPL ഓരോ കുടുംബങ്ങളിലും ഒരു നമ്മുടെ എന്താ പറയാ ഗ്യാസ് അടുപ്പ് കിട്ടുവാണെങ്കിൽ അതിൽ പരം അതൊക്കെ തന്നെയല്ലേ മാറ്റം. അതിനല്ലേ നമ്മൾ പറയേണ്ടത്. ഒരു എന്താ പറയാ, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രധാനമന്ത്രി അല്ല ആരായാലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനൊരു ചാനൽ ചർച്ച വേണ്ടി വന്നു കേരളത്തിലെ ജനങ്ങൾ അറിയാൻ. അവിടെയാണ് ഞാൻ പറയണത്. ചിലപ്പോ ഒരു പക്ഷേ കേരളത്തിലെ ഈ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാരായിക്കോട്ടെ അവര് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. എന്താണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആ ഗവൺമെന്റ് സർക്കാർ ചെയ്യുന്ന എന്തുമാത്രം ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് എത്തിക്കുന്നില്ല. അത് ഇവിടുത്തെ പാർട്ടിയുടെ അതൊരു പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാവാം, എന്താണെന്ന് അറിയില്ല. കാരണം തീർച്ചയായിട്ടും പക്ഷെ ഒരു വേവ് ഉണ്ട് കേട്ടോ. ഈ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നല്ലൊരു മാറ്റമുണ്ട്. ഒരു മാറ്റത്തിന് പണ്ടത്തെ കാലമല്ല, നമുക്കൊക്കെ അറിയാം, ആൾക്കാരുമായിട്ട് പ്രവർത്തിക്കണോണ്ടും ഒക്കെ അറിയാൻ പറ്റും. പണ്ടൊക്കെ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം എല്ലാവരും ഭയപ്പാടോട് കണ്ടിരുന്നു. എല്ലാവർക്കും പറയാനായിട്ട് കുറെ കഥകളുണ്ടായിരുന്നു, ശൂലം, ഗർഭിണി, ഇങ്ങനെയൊക്കെ. പക്ഷെ അറിഞ്ഞു വന്നപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യമുണ്ട് കേട്ടോ. എൻ്റെ കുറെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ ഫ്രണ്ട്സ്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഇതിപ്പോ ഞാൻ എന്ത് തന്നെ അനുഭവമായിട്ട് പറയണം. 2014 അദ്ദേഹം കയറുമ്പോൾ ഞാൻ മാൽഡീവ്സിൽ അധ്യാപികയാണ്, മാലദ്വീപിൽ അധ്യാപികയായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ബേസിക്കലി ഞാനൊക്കെ ഒരു കോൺട്രസ് അനുഭവമുള്ള ഫാമിലി ആയതുകൊണ്ട് വളരെ വിഷമം. അന്ന് സ്റ്റാഫ് റൂമിൽ ചർച്ച നടക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പുള്ളിക്കാരനോട് അയ്യോ ഇനിയിപ്പോ ഇവിടെ എന്തോ വലിയൊരു കാരണം ആ രീതിയിലാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത്, ശരിക്കും പോർട്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് പുള്ളിക്കാരനെ കുറിച്ച്. അല്ലെങ്കിൽ ചിത്രം, കേരളത്തിലുള്ളൊരു ചിത്രം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വർഗീയ കലാപം അങ്ങ് നടക്കുവാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്ന് മാറ്റം നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട്? അപ്പൊ ആര് നല്ലതായിട്ട് ആര് ചെയ്തു കഴിഞ്ഞാലും അവരെ അംഗീകരിക്കണം. ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് നേഷൻ ഫസ്റ്റ് ആണ്, പിന്നെയാണ് പൊളിറ്റിക്സ്. എനിക്ക് എന്റെ രാജ്യം വലുതാണ്, പിന്നെയാണ് എനിക്കുള്ളത് എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും. അപ്പൊ രാജ്യത്തിന് വേണ്ടി ആരാണോ നല്ലത് ചെയ്യുന്നത് അദ്ദേഹം തന്നെ വരണം എന്ന് തന്നെയാണ് തീരുമാനം. അപ്പൊ ഞാനിത് പറയാൻ കാര്യം ഇന്ത്യൻ റെയിൽവേ, അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുവാണ്, അവര് ട്രെയിനില് പുറത്ത് രാജ്യത്തു നിന്നൊക്കെ വന്നിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പണ്ടുണ്ടായിരുന്ന റെയിൽവേയും ഇന്നത്തെ റെയിൽവേയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്.
അതൊക്കെ നമ്മൾ വിസിബിൾ ആയിട്ട് കാണുവാണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞ ടൈമിംഗ് കളിയാക്കിക്കൊണ്ട് ട്രോളുകളും പണ്ടത്തെ മിമിക്രിക്കാരുടെ ഏറ്റവും വലിയൊരു തമാശയാണ് നമ്മുടെ റെയിൽവേ ടൈമിംഗ് അല്ലേ. കാരണം ഈ സമയമാണെങ്കിലും ട്രെയിൻ ഓടുമ്പോൾ എപ്പോഴും 10-15 മണിക്കൂർ വൈകി ഓടുന്ന ട്രെയിനുകളാണ്. പക്ഷെ ഇന്നോ അതൊന്നും പറയാം. പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലെ വൃത്തി, അപ്പൊ ഇതെല്ലാം നമ്മുടെ മുന്നിൽ നമ്മൾ കാണുവാണ്. അപ്പൊ നമ്മൾ വിലയിരുത്തും 60 വർഷം പഠിച്ചതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്. ഇപ്പോഴും വൃത്തിയില്ലാത്ത ട്രെയിനുകളും ഇപ്പോഴും യാത്ര ചെയ്യാൻ പറ്റിയ ട്രെയിനുകൾ ഇപ്പോഴും ഉണ്ട്. ട്രെയിൻ എങ്ങനെ ആയത് മോദി വന്നെങ്കിൽ വൃത്തിയാക്കണം എന്നല്ലല്ലോ. എന്തൊക്കെ സംവിധാനം ചെയ്ത് കൊടുത്താലും നമ്മൾ അന്തർലീനമായിട്ടൊരു പൗരബോധം, സിവിക് സെൻസ് ഇല്ലായെങ്കിൽ നമ്മൾ നശിപ്പിക്കും. അത് നമ്മളിപ്പോ നമ്മുടെ കണ്ടില്ലേ, കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ല. എന്ത് ഇനി സൗകര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും വന്ദേ ഭാരത് ട്രെയിനുകൾ വരെ കല്ലെറിഞ്ഞ പ്രബുദ്ധരാണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. അപ്പൊ രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കൂടെ കാണുന്നവർ എവിടെ ഉണ്ടാവും, പിന്നെ സിവിക് സെൻസ് ഇല്ലാത്ത ആൾക്കാർ എവിടെ ഉണ്ടാവും. അതിന് ഒരു ഭരണാധികാരിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാറ്റം തുടങ്ങേണ്ട അവനവന്റെ വീട്ടിൽ നിന്നാണ്. താങ്കൾ തന്നെ പറഞ്ഞു കേരള BJP-യിലെ നേതാക്കൾ എന്തെങ്കിലും പോരായ്മ ആയിരിക്കും ഒരു സീറ്റ് ഇട്ടാൻ. പക്ഷെ വേറെ കാര്യം, ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോൾ ലക്ഷങ്ങളാണ് കാണാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ ഇന്ന് തൃശ്ശൂർ തന്നെ 2 ലക്ഷത്തിലധികം വനിതകൾ റോഡ് സൈഡിൽ എല്ലാം കൂടി 5 ലക്ഷം. ഈ 5 ലക്ഷം എന്തായി വോട്ടായിട്ട് മാറുന്നില്ല? അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടാവും. നമുക്ക് ജനങ്ങൾക്ക് മോദിയിലൊരു വിശ്വാസം ഉള്ളതുപോലെ അതേ രീതിയിലൊരു വിശ്വാസമുള്ള ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡർ ഞാൻ ഇപ്പൊ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. സുരേഷ് ഗോപി സാറ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. തീർച്ചയായും അത് വ്യക്തിപ്രഭാവങ്ങൾ, അതായത് നമുക്കിപ്പോ പറയാം കേന്ദ്രത്തിലൊരു മോദി ഉണ്ട്. ഈ 5 ലക്ഷം ജനങ്ങൾ മോദിനെ വ്യക്തിയായിട്ടാണ് വന്നത്, BJP എന്ന പാർട്ടിയെ ഇഷ്ടപ്പെട്ടില്ല വന്നത്. അങ്ങനെ പറയുന്നില്ല. എപ്പോഴും ഒരു പാർട്ടി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി ഇഷ്ടപ്പെടുന്നേക്കാളും വ്യക്തിപ്രഭാവം മോദി ഇഫക്റ്റ് ഉണ്ട്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം, ഇഫക്റ്റ് ഉണ്ട്. ഒരു പക്ഷെ പാർട്ടിയേക്കാൾ ഏറെ ഒരു ഇഫക്റ്റ് മോദി ഇഫക്റ്റ് തന്നെയാണ്. ഞാനൊക്കെ അത് കേരളത്തിൽ നമുക്ക് സമയമുണ്ടല്ലോ, ഒരു 10 വർഷത്തെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് മോദി വന്നിട്ട് 10 വർഷം നമ്മൾ അടുത്തൊരു തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. അടുത്തൊരു നമ്മൾ 60 വർഷം നമ്മുടെ ഇവിടെ അറിയാം, നമുക്കിവിടെ കേരളത്തിൽ ആദ്യത്തെ ബാലറ്റ് പെട്ടിയിലൂടെ വന്ന ഒരു സർക്കാരുണ്ട്. അത് വിമോചനം നമ്മളിപ്പോൾ ഓരോ സമയത്ത് വൈകുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നിട്ട് അത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ അടുത്ത പാർട്ടി ഭരിക്കുന്നുണ്ട്. ഇങ്ങനെ മാറി 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 ഭരിച്ച് ശീലമായിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു മാറ്റം വരും. യങ്സ്റ്റേഴ്സ് അന്നത്തെ കട്ട പാർട്ടിക്ക് വേണ്ടി നിന്ന മനുഷ്യരൊക്കെ ഇന്ന് ഒരു ഏജ് ആയി കഴിയുമ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടൊരു മാറ്റം വന്ന് നമ്മൾ ശ്രമിക്കുന്നില്ല എന്നൊരു മാറ്റം എപ്പോഴും എനിക്ക് തോന്നുന്നത് തിരിച്ചറിവാണ്. അപ്പം തീർച്ചയായും മാറ്റം ഉണ്ടാവണം. എല്ലാവരും ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും മാറി മാറി ഭരിക്കണമല്ലോ, എന്നാലേ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റൂ. മറ്റേ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഒരു പാർട്ടി 25 എത്രയും വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അത് നാടിന്റെ ഒരു അവസ്ഥ. ഏറ്റവും സാംസ്കാരികമായിട്ട് ഉയർന്നു നിന്ന ആൾക്കാരായിരുന്നു ഒരു സമയത്ത് ബംഗാളികൾ അല്ലേ. അവര് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ കാണണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും അതാണ് ഈ 10 വർഷം കൊണ്ട് ഇവിടെ എന്ത് ലഹളയാണ് ഉണ്ടായത്. നമുക്കറിയാം മോദിജി ഇവിടെ വരണതിന് മുമ്പ് എത്രമാത്രം നാളെ തൊട്ട് ഇവിടെ മുസ്ലിംസിനെ മുഴുവൻ നാട് കടത്തും എന്നുള്ള രീതിയിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടന്നു, ഇവിടെ എന്ത് സംഭവിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ആൾക്കാർ ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു തലാഖ്, മറ്റേ ട്രിപ്പിൾ തലാഖ് ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് അവർക്ക് ഓരോ മുസ്ലിം സ്ത്രീയുടെയും വ്യക്തിത്വം ഇതാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ അവർ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരേ ഒരു ലീഡർ എന്ന് പറഞ്ഞാല് അത് നരേന്ദ്രമോദിജി തന്നെ. അവസാനമായിട്ട് ഒരു ചോദ്യം നടക്കുകയാണ്. അതായത് മോദി കേരളത്തിന് മെയിൻ ആയിട്ട് ശ്രദ്ധ കൊടുക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷനും ലോക്സഭാ ഇലക്ഷനും മോദി വന്ന് പരിപാടി പ്രസംഗിച്ചാൽ തൃശ്ശൂർ മണ്ഡലം. എന്നിട്ടും എന്താണ് സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം അവിടെ വിജയം കൈവരിക്കുന്നില്ല, അവിടെ രാഷ്ട്രീയം അവിടെ വിജയിക്കുന്നില്ല സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ? അല്ല, അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ട്. എന്ത് രീതിയിൽ വന്നു കഴിഞ്ഞാലും അയാള് വരരുത് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഞാനൊക്കെ ഒരു കോൺഗ്രസ് അനുഭവമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും പറയട്ടെ, തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കോൺഗ്രസ് MP ആയിട്ടുള്ള പ്രതാപൻ പുള്ളിക്കാരൻ എത്രത്തോളം എന്താണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പുള്ളിക്കാരൻ അവിടെ വോട്ട് മറിച്ച് കൊടുത്ത് ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരൊന്നുമല്ല. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. കാരണം സുരേഷ് ഗോപി വരരുത് അങ്ങനെ വരണ ചില സമയങ്ങളിൽ ഇടതും വലതും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ കാരണം പലപ്പോഴും
നമ്മൾ അറിയാം ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. ഇപ്പം ആരായിക്കോട്ടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് കേരളം. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഭരിച്ചോട്ടെ. ഇനിയൊരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ വ്യത്യസ്തനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇതുവരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കുറെ അജണ്ടാസ് ഉണ്ട് അല്ലെ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു പഠിച്ചിരുന്ന അടിച്ചൊന്നും അല്ല, ഇതാണ് ശരിക്കുള്ള ഭരണം, ആൾക്കാർക്ക് വേണ്ടി സേവിക്കുന്ന ആളാണ് ജനസേവകൻ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ഇതുവരെ ഉണ്ടായിരുന്ന കള്ള നാണയങ്ങളെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയപ്പെടരുതെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. 2026 സുരേഷ് ഗോപിയുടെ വിജയമാണോ പരാജയമാണോ? 2024 സോറി 2024 ഈ ഒരു എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ വോട്ട് മറിക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നില്ല എങ്കിൽ അദ്ദേഹം ജയിക്കും. പക്ഷെ എന്നാലും സാധ്യതയില്ല. ഇപ്പൊ BJP-യിൽ തന്നെ ആയിക്കോട്ടെ, കോൺഗ്രസിലൊക്കെ ഇപ്പം കോൺഗ്രസിലെ കുറെ ആൾക്കാർ മാറിയിട്ടാണ് കുറെ പേരൊക്കെ BJP. അല്ലാത്തുള്ളവരെന്ന് പറയുമ്പോൾ RSS ബന്ധമുള്ള എന്ത് വന്നാലും രാഷ്ട്രം വലുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാർ RSS എന്ന് പറഞ്ഞ സംഘടന, അതിലുള്ള പൊളിറ്റിക്സ് ആയിട്ടുള്ളവർ BJP. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരാൾ ഏതൊരു പാർട്ടി ആയിക്കോട്ടെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് പുതിയൊരാൾ ഉയർന്നു വന്നു കഴിയുമ്പം അടിയിൽ കൂടെ കളികൾ നടക്കും. അങ്ങനെ നടന്നില്ല എങ്കിൽ പുള്ളിക്കാരൻ ജയിക്കും. പക്ഷെ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ കളികൾ കളിച്ചാൽ തീർച്ചയായും അദ്ദേഹം തോക്കും. അങ്ങനെയുള്ള ചരിത്രമുണ്ട് കേരളത്തിൽ തന്നെ. നമ്മൾ എത്രയോ പ്രാവശ്യം ഇതിപ്പോ ഈ ഒരു സുരേഷ് ഗോപിയുടെ കാര്യമൊന്നും അല്ല, അല്ലാണ്ട് വിസിബിൾ ആയിട്ട് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ തന്നെ സതീശൻ പാച്ചേനെയൊക്കെ പറഞ്ഞിട്ട് അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ പുള്ളീനൊക്കെ ആരാ തോൽപ്പിച്ചതെന്നുള്ള അറിയാം നമുക്ക്. അപ്പൊ സത്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ BJP-യിലും കളികളുണ്ടല്ലോ, അവിടെയും നല്ല രീതിയിൽ ഗ്രൂപ്പിസോ ഒക്കെ ഉണ്ട്. അപ്പം അവിടെ കാല് വാരിയില്ല എങ്കിൽ അദ്ദേഹം ജയിക്കും. പക്ഷെ നമ്മുടെ കേരളമാണ് കാല് വാരികളുടെ നാടാണ് കേരളം. പ്രബുദ്ധത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കുശാഗ്രബുദ്ധി, പിന്നെ അടിയിൽക്കൂടെ പണി, ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ മല്ലൂസ്. അപ്പോ രാഷ്ട്രീയത്തിൽ ഇത് വിസിബിൾ ആണ്. അന്നേരം എന്തായാലും ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അടിയിൽക്കൂടെ കാല് വാരൽ നടന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ ജയിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ തോക്കും. അത്രേ ഉള്ളൂ. ഒരുപാട് നന്ദി. താങ്ക് യു, നന്ദി കേട്ടോ.